മാറ്റങ്ങൾ ഗുരുവിനെ അറിയാനുള്ള ഒരു വലിയ വിദ്യ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഈ കണ്ണുകൊണ്ടല്ല ഗുരുവിനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ 6 തരം മാറ്റങ്ങൾക്ക് വിധേയമായി കെട്ടടങ്ങും. പക്ഷെ മനസ്സാകുന്നൊരു കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ടാണ് നമ്മൾ അറിവായ ഗുരുവിനെ കാണുന്നത്. അറിവിന്റെ പ്രത്യേകത എന്താ? നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരു സത്യമാണ്, ഗുരു ആനന്ദമാണ്, ഗുരു എല്ലാമാണ്. അറിവിന് മാറ്റം വരുമോ? 3 കാലങ്ങളിലും നിലനിൽക്കുന്നതാണ് അറിവ്. വർത്തമാനമായിക്കൊള്ളട്ടെ, ഭൂതകാലമായിക്കൊള്ളട്ടെ, ഭാവി കാലമായിക്കൊള്ളട്ടെ. അറിവിന് മാറ്റം വരുമോ? അറിവിന് മാറ്റം വരുമോ? ദൈവത്തിന് മാറ്റം വരുമോ? ഈശ്വരന് മാറ്റം വരുമോ? നോ, നെവർ. കാരണം അറിവും ഈശ്വരനും ബ്രഹ്മവും ഒക്കെ ഒന്നാണ്. അത് കാണുന്നത് മനസ്സാകുന്ന കണ്ണുകൊണ്ടാണ്. അതാണ് നിങ്ങളൊക്കെ പലരും അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഈ കണ്ണങ്ങോട്ട് അടയ്ക്കും. ഈ കണ്ണുകൊണ്ട് ആ വിഗ്രഹമല്ല കാണേണ്ടത്. ആ വിഗ്രഹത്തിലല്ല ദൈവം ഇരിക്കുന്നത്. പിന്നെ ദൈവം ഇരിക്കുന്ന എവിടെയാ? എവിടെയായിരിക്കുന്നത്? എവിടെയായിരിക്കുന്ന ദൈവം? മനസ്സിനുള്ളിൽ ദൈവം ഇരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്നും യേശുദാസ് പാടിയിട്ടുണ്ട്. ഈ മൈക്കിലേക്ക് പാടാൻ പറ്റുന്നില്ല. മൈക്കിനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, നല്ല 1-ാം തരം മൈക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ദൈവം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 3 കാലങ്ങളിലും നിലനിൽക്കുന്നു ദൈവം. അപ്പൊ 3 കാലത്തും നിലനിൽക്കുന്ന അറിവായ ഗുരുവിനെ കാണണമെങ്കിൽ മനസ്സങ്ങോട്ട് തുറക്കണം മക്കളെ. കണ്ണ് തുറന്നുകൊണ്ടല്ല ഗുരുവിനെ കാണേണ്ടത്. അതാണ് ഗുരു പഠിപ്പിച്ചത്. നാം ശരീരമല്ല മക്കളെ. ശരീരമാണെങ്കിൽ ഞാൻ പോയി. ശരീരമല്ല, മറിച്ച് അറിവാകുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാകും.